VLOOKUP ഫംഗ്ഷൻ. ഒരു ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം അതേ വരിയിലെ മറ്റു കോളങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂ തിരിച്ചു തരുന്ന എക്സൽ ഫംഗ്ഷനാണ് VLOOKUP. VLOOKUP ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. 100-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ എംപ്ലോയി ലിസ്റ്റാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ID, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, അതിനടുത്ത കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ കോളത്തിൽ സാലറി. ഇനി ഈ ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ഐഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് നമുക്ക് കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100-ലധികം ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. മാത്രമല്ല എംപ്ലോയി ഐഡീസിൻ്റെ ഓർഡറിലല്ല ഈ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ പേര് മാനുവലായിട്ട് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നു. മാത്രമല്ല തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ VLOOKUP ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും എംപ്ലോയി ഐഡീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് സെക്കൻഡുകൾക്കുള്ളിൽ ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് XNC129 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈക്വൽ VLOOKUP എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 4 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് VLOOKUP ഫോമുല നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് XNC129 എന്ന എംപ്ലോയി കോഡാണ്. അതായത് XNC129 ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ഡബിൾ കോട്ട്സ് XNC129 ഡബിൾ കോട്ട്സ് കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ടേബിൾ അറേ. ഡേറ്റയുള്ള ടേബിളാണ് ടേബിൾ അറേ. ടേബിൾ സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം ഇൻഡെക്സ് നമ്പർ. ടേബിളിൽ എത്രാമത്തെ കോളത്തിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് ആ കോളത്തിൻ്റെ നമ്പറാണ് കോളം ഇൻഡെക്സ് നമ്പർ. നമുക്കിവിടെ വേണ്ടത് എംപ്ലോയിയുടെ പേരാണ്. എംപ്ലോയിയുടെ പേരുള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്. 2, കോമ. നാലാമത്തെ ഇൻപുട്ട് റേഞ്ച് ലുക്കപ്പ്. XNC129 എന്ന എംപ്ലോയി കോഡ് കണ്ടെത്തിയാൽ മാത്രം എംപ്ലോയിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോൾസ് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, XNC129 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് നമുക്ക് കിട്ടി, ജെറിൻ ജോസഫ്. അതേസമയം XNC215 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേരാണ് വേണ്ടതെങ്കിൽ ഫോമുല ബാറിൽ വന്നിട്ട് ലുക്കപ്പ് വാല്യൂവിൻ്റെ സ്ഥാനത്ത് XNC215 എന്ന എംപ്ലോയി കോഡ് ഉപയോഗിക്കുക. XNC215, എൻ്റർ. നോക്കുക, എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി, ഫാത്തിമ ബഷീർ. ഇനി ഇതേ എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമുക്കറിയാം സാലറി ഉള്ളത് ഈ ടേബിളിലെ നാലാമത്തെ കോളത്തിലാണ്. ഫോമുല ബാറിൽ വരിക, കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2 പകരം 4 ഉപയോഗിക്കുക. 4, എൻ്റർ. XNC215 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറി കിട്ടി 30,000. സോ VLOOKUP ഫോമുല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും എംപ്ലോയി കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് കണ്ടെത്താനുള്ള ഫോമുല എഴുതണം. ഈ സെല്ലിൽ പറഞ്ഞിരിക്കുന്ന XNC170 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഈക്വൽ VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. XNC170 എന്ന എംപ്ലോയി കോഡാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ടേബിൾ അറേ. ഡേറ്റയുള്ള ടേബിൾ സെലക്ട് ചെയ്യുക, നമ്മൾ ഈ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ അഡ്രസ്സ് ലോക്ക് ചെയ്യാനായിട്ട് കീബോർഡിലെ F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F4. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടു. അതായത് ടേബിളിൻ്റെ അഡ്രസ്സ് ലോക്ക് ചെയ്യപ്പെട്ടു, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം ഇൻഡെക്സ് നമ്പർ. രണ്ടാമത്തെ കോളത്തിലെ പേരാണ് നമുക്ക് വേണ്ടത്. 2 ആണ് കോളം ഇൻഡെക്സ് നമ്പർ, കോമ. നാലാമത്തെ ഇൻപുട്ട് റേഞ്ച് ലുക്കപ്പ്. ഫോൾസ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. XNC170 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി, വിവേക് മുരളി.
ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 10 എംപ്ലോയി കോഡുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് കിട്ടി. XNC 144 എലിസബത്ത് മാത്യു, XNC 255 രാകേഷ്, XNC 129 ജെറിൻ ജോസഫ്. ഇനി പേരുകൾക്ക് പകരം എംപ്ലോയി ഐഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ ഫോർമുല ബാറിൽ വരിക, കോളം ഇൻഡെക്സ് നമ്പറിൻ്റെ സ്ഥാനത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള കോളത്തിൻ്റെ നമ്പർ ഉപയോഗിക്കാം. 3 എൻ്റർ. ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സൽ ഫംഗ്ഷൻസിന് പുറമെ എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.